ഡെപ്യൂട്ടി മേയർ നമ്മളോടൊപ്പം ചേരുകയാണ് SKN. ഡെപ്യൂട്ടി മേയർ നമ്മളോട് പറയും എങ്ങനെയാണ് ഈ കോർപ്പറേഷൻ ഈ കാര്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? കോർപ്പറേഷൻ്റെ എല്ലാ സംവിധാനവും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ആരോഗ്യ പ്രവർത്തകരുണ്ട്, വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംവിധാനവും 5 മണി മുതൽ തന്നെ ഈ വാർത്ത കേട്ടോടെ തന്നെ കോർപ്പറേഷൻ എല്ലാ സംവിധാനം ഒരുക്കി മേയറുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ഈ കെട്ടിടം ആണ് പ്രധാനമായ പ്രശ്നമായത്. കാരണം ഇത് JCB ഉപയോഗിച്ച് പൊളിച്ച് വെള്ളം ചീറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതെ, അത് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊളിച്ച് ഇപ്പോൾ തീ ആളി കത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഫയർഫോഴ്സിന് അവിടെ പമ്പ് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. JCB ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്തി കഴിഞ്ഞു. കോർപ്പറേഷൻ ഇതിന് സ്വാഭാവികമായിട്ട് ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് ഇതിൻ്റെ അപാകതകളും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. താങ്ക് യു. SKN കോർപ്പറേഷൻ ഈ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഈ കെട്ടിടത്തിൻ്റെ പരിശോധനയിലേക്ക് കടക്കും എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കെട്ടിടത്തിൻ്റെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഫയർ സേഫ്റ്റി സംവിധാനം ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് 4 മണിക്കൂറോളമുള്ള രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഈ തീയുടെ പ്രഭവ കേന്ദ്രത്തിലേക്ക് വെള്ളം ചീറ്റാൻ ഫയർഫോഴ്സിന് സാധിച്ചത്.